രാവിലെ 6:15 കൊടൈക്കനാൽ എത്തിയപ്പോൾ റൂം കിട്ടാൻ അധികം കഷ്ടപ്പെട്ടൊന്നുമില്ല കേട്ടോ. ഞങ്ങളെ കാത്തിരുന്നത് ഗുഹാൻ കോട്ടേജ് ആൻഡ് ഫാമിലി റൂംസ് ആയിരുന്നു. വളരെ നീറ്റ് ആൻഡ് ക്ലീനും സ്പേഷ്യസ് ആയിട്ടുള്ള റൂമുമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഐ ജസ്റ്റ് ഫീൽ ലൈക്ക് എ ഹോം. ഞങ്ങളവിടെ ഭയങ്കര കംഫർട്ട് ആൻഡ് സേഫ് ആയിരുന്നു. അത്യാവശ്യത്തിലധികം തണുപ്പായിട്ട് കൂടി ഞങ്ങളൊന്ന് ഫ്രഷായി. കാരണം ആ മോർണിംഗ് ടയർഡ്നെസ് ഒക്കെ ഒന്ന് മാറാനായിട്ട്. നേരത്തെ റൂമൊന്നും ബുക്ക് ചെയ്തിരുന്നില്ല കേട്ടോ. കൊടൈക്കനാൽ എത്തുമ്പോൾ തന്നെ ഒത്തിരി ചേട്ടന്മാർ സ്ട്രീറ്റിൽ നിൽക്കും റൂംസ് അവൈലബിൾ ആണെന്ന് പറഞ്ഞ്. അങ്ങനെ ഒരു ചേട്ടനാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചത്. ആദ്യം പണി പാളുവോ റൂം കൊള്ളായിരിക്കുമോ എന്നൊക്കെ കരുതി. ബട്ട് ബെസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു. നെക്സ്റ്റ് പോയാലും ഞങ്ങൾ ധൈര്യമായിട്ട് ഇവിടെ ചെല്ലും കേട്ടോ. ഇനി എനർജിയൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ഇറങ്ങി. ഹോട്ടലിൽ നിന്നും പുറത്തേക്കുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. അങ്ങനെ നെയ്റോസ്റ്റും കാത്തിരിപ്പാണ്. ഇതിനിടയിൽ ചെറിയ ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. ഫസ്റ്റ് ഏത് സൈറ്റ് വിസിറ്റ് ചെയ്യാമെന്ന്. ആദ്യം ഞങ്ങൾ പോകാൻ തീരുമാനിച്ച സൈറ്റ് സൂയിസൈഡ് പോയിന്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ നെയ്റോസ്റ്റും സാമ്പാറും ചമ്മന്തിയും കോഫിയും ഒക്കെ എത്തിക്കഴിഞ്ഞു. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. 5 സ്റ്റാർ ഹോട്ടൽ ടേസ്റ്റ് തന്നെ ആയിരുന്നു. ഹോട്ടൽ മഹാരാജാസിലാണ് ഞങ്ങൾ കയറിയത് കേട്ടോ. പിന്നെ ഒട്ടും കുറച്ചില്ല. എല്ലാം ഒരു പ്ലേറ്റ് കൂടി പോരട്ടെ എന്ന് പറഞ്ഞ് വയറും മനസ്സും നിറച്ച് യാത്ര തുടരുകയാണ്. പിന്നെ മെയിൻ ഒരു കാര്യം അറിയേണ്ടത്, ഇവിടെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് എല്ലാം ബാൻഡാണ്. കുടിവെള്ളം വേണമെന്നുണ്ടെങ്കിൽ 5 ലിറ്റർ ക്യാൻ തന്നെ വാങ്ങേണ്ടി വരും. വെള്ളത്തിൻ്റെ വില മനസ്സിലാക്കിയ ടൈമായിരുന്നു കേട്ടോ അത്. ഇനി നേരിയ സൂയിസൈഡ് പോയിന്റിലേക്ക് വച്ചു പിടിക്കുവാണ്. സൂയിസൈഡ് പോയിന്റിന്റെ മറ്റൊരു പേരാണ് ഗ്രീൻ വാലി വ്യൂ. കൊടൈക്കനാൽ ലേക്കിൽ നിന്നും വെറും 5 കിലോമീറ്റർ അകലെയാണ് സൂയിസൈഡ് പോയിന്റ്. താഴ്വരകളുടെയും കുന്നുകളുടെയും അതിമനോഹരമായ ഒരു കാഴ്ചയാണ് സൂയിസൈഡ് പോയിന്റ്. പക്ഷെ കോട കൊണ്ട് മൂടിയതിനാൽ ഞങ്ങൾക്ക് അതൊന്നും തന്നെ കാണാൻ പറ്റിയില്ല കേട്ടോ. ഇവിടെ എത്തിയാൽ കുരങ്ങുകളുടെ ഒരു സംസ്ഥാന സമ്മേളനം തന്നെ കാണാം. 5000 അടിയിലധികം താഴ്ച ഉള്ളത് കൊണ്ടും ഡേഞ്ചർ ആയിട്ടുള്ള താഴ്വര ആയതിനാലുമാണ് ഇതിനെ സൂയിസൈഡ് പോയിന്റ് എന്നറിയപ്പെടുന്നത്. സൂയിസൈഡ് പോയിന്റിലേക്ക് നയിക്കുന്ന ഇരുവശങ്ങളിലും വേണ്ടുവോളം സ്റ്റാളുകൾ ടൂറിസ്റ്റിനെ ആകർഷിക്കാൻ വച്ചിട്ടുണ്ട് കേട്ടോ. ഹാൻഡ് മെയ്ഡ് ചോക്ലേറ്റ്സ്, പെർഫ്യൂംസ്, ഹാൻഡിക്രാഫ്റ്റ്സ്. പ്രത്യേകിച്ച് ആകർഷിക്കാവുന്ന രീതിയിൽ ഒന്നും തന്നെ ഞാൻ കണ്ടില്ല. അത്യാവശ്യം റേറ്റും എല്ലാത്തിനും ഉണ്ടായിരുന്നു. എല്ലാം കണ്ടു നടക്കാൻ രസമായിരുന്നു. ബട്ട് ഇറ്റ് ഈസ് എ വൈബ്രന്റ് പ്ലേസ്. കാണുന്ന എല്ലാവരിലും ഫുൾ ഓഫ് എനർജി. ഇതിനിടയിൽ ഒരു കുഞ്ഞു സംഭവം ഉണ്ടായിട്ടോ. കാഴ്ച കണ്ട് നടന്ന ഞങ്ങൾക്കിടയിലൂടെ 18-19 വയസ്സ് പ്രായം വരുന്ന ഒരു പയ്യനെ എല്ലാവരും ചേർന്ന് ഓടിക്കുവാണ്. എന്താണ് സംഭവം എന്ന് അറിയാൻ നോക്കിയപ്പോഴല്ലേ സ്റ്റാളിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഓരോ കുഞ്ഞു സാധനങ്ങളും അവൻ കെങ്കേമമായി പോക്കറ്റിലാക്കുന്നുണ്ടായിരുന്നു. ഏതോ സ്റ്റാളിന്റെ ഉടമ അത് കൈയോടെ പിടികൂടി. ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഈ കുതിരക്കുട്ടന്മാരെ കണ്ടപ്പോൾ സവാരി ചെയ്യാൻ ഒരു മോഹം. ആ മോഹവും അങ്ങ് നടത്തി. അത് ഇനിയുള്ള വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം.